ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ ഫ്രീ കോച്ചിങ് ക്ലാസ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നൊരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലമാണ്. കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പലതരത്തിലുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളൊരു പ്രോബ്ലമാണ്. പക്ഷേ ഈ പ്രോബ്ലം മാത്തമാറ്റിക്കൽ ഫിസിക്സുമായിട്ട് റിലേറ്റ് ഉള്ളതാണ്. നമുക്ക് സമയം കളയാതെ പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് തിയറം ഈസ്. നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അത് വി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ ആൻസർ ഡെൽ ഡോട്ട് ടി എന്നാണ്. ഡെല്ലാണ്. കാരണം ഡെൽ ഇസ് എ വെക്റ്റർ. വെക്റ്ററാണ്. അപ്പം വി ആണെങ്കിൽ പൊട്ടൻഷ്യൽ ആവും. പൊട്ടൻഷ്യൽ നമുക്ക് വെക്റ്ററായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡെല്ലാണ് കേട്ടോ. ഡെൽ ഡോട്ട് ഈക്വൽ ടു റോ ബൈ മ്യൂ 0, ബി ഡെൽ സ്ക്വയർ ഈക്വൽ ടു 0, സി ഡെൽ ഡോട്ട് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0, ഡി ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് മാത്തമാറ്റിക്കൽ ഫിസിക്സിലൊക്കെ ഉള്ളവർക്ക് എളുപ്പമായിരിക്കും. പക്ഷേ അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക്, എല്ലാം മറന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാനത് ബിഗിനിങ് തന്നെ എടുക്കാം. നമ്മൾ ആദ്യം കൊടുത്തേക്കുന്നത് ഈ ഓപ്പറേറ്റർ കണ്ടോ, ഡെൽ. ഈ ഓപ്പറേറ്റർ എഴുതാന്ന് വെച്ചത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒന്നുകൂടെ എഴുതാം. ഒരു ട്രയാങ്കിൾ പോലെ വരും, മുകളിലൊരു വെക്റ്റർ. ഈ ഓപ്പറേറ്ററിന് പറയുന്ന പേരാണ് ഡെൽ ഓപ്പറേറ്റർ. ഡെൽ ഓപ്പറേറ്റർ. അപ്പോൾ ഈ ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് വെച്ചിട്ട് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. എന്താണ് ഈ ഓപ്പറേറ്റർ? മുകളിൽ വെക്റ്റർ കൊടുത്തുകൊണ്ട് നമുക്കറിയാം ഇറ്റ്സ് എ വെക്റ്റർ. അപ്പോൾ ഈ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഡെൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇതാണ് ഈ ഓപ്പറേറ്ററിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ ഈ ഡോ ബൈ ഡോ എക്സ് എന്ന് വെച്ചാൽ പാർഷ്യൽ ഡിഫറൻഷ്യലാണ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഞാനൊരു ഫംഗ്ഷൻ എടുത്തു, ഫൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇത് ഞാനെടുത്തൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ്റെ രണ്ട് തരത്തിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഡെൽ ഓപ്പറേറ്റർ വെച്ചിട്ട് 3 തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതിന് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയും. ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ഡെൽ എടുക്കുക, ആ ഓപ്പറേറ്ററിനെ ഒരു സ്കെയിലാറുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുക. അതിന് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയും. ഇനി ഡെല്ലിന് വെക്റ്ററുമായിട്ടാണെങ്കിൽ, ഡെൽ ഓൾറെഡി ഒരു വെക്റ്ററാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഡെല്ലിന് വേറൊരു വെക്റ്ററുമായിട്ട് രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യിക്കാം. ഒന്ന് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം, അപ്പം നമ്മളതിന് ഡൈവർജൻ്റ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ സാധനം എന്ന് വെച്ചാൽ ഡെല്ലിന് നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ക്രോസ് പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ടാവും. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എ ആയിട്ട് എടുക്കും. ഇതിന് നമ്മൾ കേൾ എന്നാണ് പറയുക. സോ ഈ 3 ഓപ്പറേഷൻസ് ആണ് ഡെല്ലിന് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പം നമുക്ക് നേരത്തെ ഞാൻ എടുത്ത ആ പർട്ടിക്കുലർ വെക്റ്റർ തന്നെ എടുക്കാം. ഏതായിരുന്നു വെക്റ്റർ? നമ്മുടെ ഫൈ എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് എഴുതി. ഞാനിതിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളണേ. ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ എന്നുവെച്ചാൽ ഡെൽ ഓഫ് ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ്, കാരണം ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ആയി, പ്ലസ് ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ എടുത്തിട്ട് നമ്മൾ ബ്രാക്കറ്റിന് ഇപ്പുറത്തോട്ട് എന്തെഴുതും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എഴുതും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഡോ ബൈ ഡോ എക്സ് എടുക്കുക, എന്നിട്ട് ഈ ഫംഗ്ഷനെ അതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ്. അപ്പോൾ നമുക്ക് ഡോ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡിഫറൻസിയേഷനാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിൻ്റെ ടേംസ് മാത്രം എടുത്താൽ മതി. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ മാത്രം എടുത്താൽ മതി. ആൻസർ എന്ത് കിട്ടും? നമുക്ക് 2x കിട്ടും. സോ 2x എന്ന് കിട്ടി. ഇവിടെ എന്തും കൂടെ കൊടുത്തിട്ടുണ്ട്? ഒരു ഐ കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സിമിലർലി നമ്മൾ അടുത്ത ടേം എടുക്കുക, ഡോ ബൈ ഡോ വൈ. അപ്പോൾ വൈ സ്ക്വയർ മാത്രം എടുക്കുക, അപ്പോൾ 2y എന്ന് കിട്ടും അല്ലേ. 2yj. അടുത്തതാണെങ്കിലോ 2z കെ. നോക്കിയേ, ഫൈ വാസ് എ സ്കെയിലാർ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ, ഡെൽ ഫൈ എന്ന് പറയുന്നത് എന്തായി? ഒരു വെക്ടറായിട്ട് മാറി. ഇതാണ് ഗ്രേഡിയൻ്റ് ഓപ്പറേഷൻ. ഇനി നമ്മൾ അടുത്ത ഓപ്പറേഷനായിട്ട് പോവുകയാണ്.
നമുക്ക് കേൾ ഇപ്പോൾ തൽക്കാലം നോക്കുന്നില്ല. അടുത്ത ഓപ്പറേഷൻ ഏതാ? ഡൈവർജൻസ്. അപ്പോൾ ഡൈവർജൻസ് എടുക്കുമ്പോൾ ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് എൻ്റെ കയ്യിലൊരു വെക്ടർ ഉണ്ട്, എ ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk. ഒരു മിനിറ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാൻ 2xi എന്ന് എടുക്കാം. 2xi പ്ലസ് yj പ്ലസ് zk. ഇതിൻ്റെ ഡൈവർജൻസ് എടുക്കണം. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഡെൽ ഡോട്ട് ഓഫ് എ ആണ് കണ്ടുപിടിക്കേണ്ടതാണ് ഡൈവർജൻസ്. അപ്പോൾ ഡെല്ല് നമുക്കറിയാം, ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് കെ. ഇതാണ് ഡെല്ല്. ഡോട്ട് എന്തെഴുതണം? 2xi പ്ലസ് yj പ്ലസ് zk. ഇത് ചെയ്യുന്നത് എങ്ങനെയാ? നിങ്ങൾ സാധാരണ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാ? എക്സിൻ്റെ ഐയുടെ ടേംസ് തമ്മിൽ ഗുണിക്കുക, ജെയുടെ ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ ടേംസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഓപ്പറേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറയുക. അതായത് ഈ ഫസ്റ്റ് ടേം സെക്കൻഡ് ഐയുടെ ടേമിൽ ഐയുടെ ഫസ്റ്റ് ടേം ഐയുടെ ഇവിടെയുള്ള ഫസ്റ്റ് ടേമിൽ ഓപ്പറേറ്റ് ചെയ്യും. അപ്പം എങ്ങനെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും? അതായത് ഡോ ബൈ ഡോ എക്സ് എടുക്കുക, ഫസ്റ്റ് ടേം എന്താണ്? 2x ഓപ്പറേറ്റ് ചെയ്തു, പ്ലസ് അടുത്തത് ജെയുടെ ഫസ്റ്റ് ടേം ജെയുടെ ടേം ഇപ്പുറത്തെ ജെയുടെ ടേമിൽ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് വരും, പ്ലസ് ഇനി കെയുടെ ടേം നോക്കാം. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇസഡ് എന്ന് വരും. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ഇത് ആദ്യത്തെ ടേം എന്ത് വരും? 2xന് ഡോ എക്സിനോട് 2 എന്ന് വരും. അടുത്ത ടേമിൻ്റെ 1 എന്ന് വരും. അടുത്ത ടേം 1. ആൻസർ 3D. ദാറ്റ് ബിക്കം 4. മാജിക്ക് നോക്കിയേ. എ വാസ് എ വെക്റ്റർ. കിട്ടിയ ആൻസറോ? ദാറ്റ് ഈസ് എ സ്കെയിലാർ. ഇതാണ് നമ്മുടെ ഡെൽ ഓപ്പറേറ്ററും അതിൻ്റെ ഗ്രേഡിയൻറ്റും ഡൈവർജൻസും. കേളിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ ഉണ്ടായിരുന്നത്? എന്തിൻ്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? ഗോസസ് ലോയുടെ ഡിഫറൻഷ്യൽ ഫോം. ഗോസസ് ലോ എന്ന് പറയുന്നത് എന്തിനുള്ള ലോ ആണ്? നമുക്കറിയാം, ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഒരു ലോ ആണ് ഗോസസ് ലോ. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ ഈ ലോ എന്താ പറയുന്നത്? ഗോസസ് ലോ പറയുന്നത് നമുക്കറിയാം, ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ഇതാണ് ഗോസസ് ലോ പറയുന്നത്. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നോക്കി, ഒരു ഇൻ്റഗ്രേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമാണ് ചോദിച്ചേക്കുന്നത്. നമുക്കതിനെ എങ്ങനെ മാറ്റാം നോക്കാം. ആദ്യം നമുക്ക് ഈ ക്യൂ എൻക്ലോസ്ഡിനെ ഒന്ന് മാറ്റാം. ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ചാർജ്. ഇപ്പം ഞാനൊരു ഗോഷ്യൻ സർഫസ് എടുത്താൽ അവിടുത്തെ ടോട്ടൽ ചാർജാണിത്. അപ്പം ഞാനിതിൽ ഒരു വലിയ സർഫസ് എടുത്തു. വലിയ സർഫസിന് കുഞ്ഞി പോർഷൻ എടുത്തു. ഈ കുഞ്ഞി പോർഷൻ്റെ വോളിയം dv ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താ? ചാർജ് ക്യൂ ആണെങ്കിൽ ബൈ വോളിയം ചെയ്താൽ വോളിയം ചാർജ് ഡെൻസിറ്റി കിട്ടും. സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെങ്കിൽ ബൈ ഏരിയ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കുന്ന ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞി ചാർജ് വോളിയത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഇതിൻ്റെ വോളിയം ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ടോട്ടൽ ചാർജ്, ഈ ഒരു വോളിയം നമ്മളെടുത്ത ഈ ഒരു വോളിയത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന എന്തിനാ? ചെറിയൊരു വാല്യൂവിൽ നിന്ന് ടോട്ടൽ കാണാനല്ലേ. അപ്പോൾ ടോട്ടൽ ചാർജ് ക്യൂ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ടി ക്യൂ ഓവർ ദ വോളിയം അല്ലേ? മൊത്തത്തിൽ വോളിയത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ ഓഫ് റോ ഇൻറ്റു ടി വി ഓവർ ദ വോളിയം. ഇത് നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. ടോട്ടൽ ചാർജിന് നമ്മൾ ക്യൂ എൻക്ലോസ്ഡിനെ ഇപ്പോൾ റോ ഡി വി എന്നൊരു ഫോമിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ക്യൂ എൻക്ലോസ്ഡ് എന്ന് പകരം ക്യൂ എൻക്ലോസ്ഡിന് എനിക്ക് കിട്ടിയേക്കുന്നത് ഇൻ്റഗ്രൽ റോ ഡി വി എന്ന് കിട്ടി. ഇവിടെ കിടക്കട്ടെ. അപ്പം ഇത് ഇനി ഗോസസ് ലോയുടെ ഫസ്റ്റ് സൈഡ് എന്താ? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ്.
ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ മാത്തമാറ്റിക്സിലെ ഒരു തിയറം യൂസ് ചെയ്യുന്നത്, ഗോസ് ഡൈവർജൻസ് തിയറം. ഇതും ഗോസിന്റെ തിയറം തന്നെയാണ്, ഗോസ് ഡൈവർജൻസ് തിയറം. ഈ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സർഫസ് ഇൻ്റഗ്രലിനെ നമുക്ക് വോളിയം ഇൻ്റഗ്രലാക്കി മാറ്റാം. എങ്ങനെ മാറ്റാം? സർഫസ് ഇൻ്റഗ്രൽ തന്നിട്ടുണ്ടെങ്കിൽ ഇ ഡോട്ട് ടി എസ് ആണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഇ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ ഓഫ് ഡി വി ആയിരിക്കും ഓവർ ദ വോളിയം. ഇത് സർഫസിലുള്ള ഇൻ്റഗ്രൽ ആണെങ്കിൽ, ഇത് ഏരിയ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇത് വോളിയം ഇൻ്റഗ്രൽ ആയിട്ട് ഇങ്ങനെ മാറ്റാൻ പറ്റും. ഇതിന് നമ്മൾ ഗോസ് ഡൈവർജൻസ് തിയറം എന്നാണ് പറയുക. ഡൈവർജൻസ് തിയറം മാത്തമാറ്റിക്സിലുള്ള തിയറമാണ്. ഓക്കെ, അപ്പം നമുക്ക് തന്നേക്കുന്ന നമ്മുടെ ഗോസസ്, നമുക്ക് അറിയാവുന്ന നമ്മുടെ ഗോസസ് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ടി എസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ആണ്. അപ്പം അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇപ്പം എങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്? ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഇ ഡി വി ആയി മാറിയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഡോട്ട് ഇല്ല കേട്ടോ, ഇവിടെ ഞാൻ ഇട്ട് പോയതാണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിലോ റോ ഡി വി, അതാണ് ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. നോക്കി, രണ്ട് വോളിയം ഇൻ്റഗ്രൽസ് ഈക്വൽ ആണെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഈക്വൽ ആയിരിക്കണ്ടേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഇതാണ് എന്ത്? ഗോസസ് ലോയുടെ ഡിഫറൻഷ്യൽ ഫോം. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആൻസർ സി കൊടുത്തിട്ടുണ്ട്. ആൻസർ സി എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഓക്കെ, സോ ഇത് ഞാൻ ജനറലായിട്ട് ഗ്രേഡിയൻറ്റും ഡൈവർജൻസും പറയാൻ റീസൺ സമയം വേസ്റ്റ് ചെയ്യുന്നതല്ല, കാരണം ഇത് വെച്ചും പ്രോബ്ലംസ് വരാം. മാത്തമാറ്റിക്കൽ ഫിസിക്സിലുള്ള പ്രോബ്ലംസ് വന്നെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, സോ വി വിൽ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.